സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ധ്യാനം സമാപനത്തിലേക്ക്. ആഗോള മെത്രാൻ സിനഡിന്റെ രണ്ടാമത് സമ്മേളനം ഒക്ടോബർ 2 മുതൽ. വത്തിക്കാൻ സിറ്റി. സിനഡാലിറ്റിയെ പറ്റിയുള്ള 16 മെത്രാൻ സിനഡിന്റെ രണ്ടാമത് സമ്മേളനം ഒക്ടോബർ 2 തീയതി ബുധനാഴ്ച ആരംഭിക്കുന്നതിനെതിരെ സിനഡ് അംഗങ്ങളുടെ ധ്യാനം പുരോഗമിക്കുന്നു. സിനഡ് അംഗങ്ങൾക്കുള്ള 2 ദിവസത്തെ ധ്യാനം പുതിയ സിനഡൽ ഹാളിൽ വെച്ചാണ് ധ്യാനം നടക്കുന്നത്. സെപ്റ്റംബർ 30 ആരംഭിച്ച ധ്യാനം ഡൊമിനിക്കൽ വൈദികനായ ഫാദർ തിമോത്തി റാഡ്ക്ലിഫെയാണ് നയിക്കുന്നത്. ധ്യാനം വചനചിന്തകൾ, വിശുദ്ധ ബലി എന്നിവ ഉൾപ്പെടുത്തിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സിനഡിന്റെ സെക്രട്ടറി ജനറൽ കർദിനാൾ മാരിയോ ഗ്രേച്ച് ആമുഖ പ്രഭാഷണം നടത്തി. ആദ്യ ദിവസത്തെ വിശുദ്ധ ബലിയുടെ മധ്യേയുള്ള സുവിശേഷ സന്ദേശം ഓസ്ട്രേലിയയിലെ പെർത്ത് അതിരൂപതയുടെ അധ്യക്ഷൻ മോൺസിഞ്ഞോർ തിമോത്തി കോസ്തെലോ നൽകി. സിനഡിന്റെ യഥാർത്ഥ നായകൻ പരിശുദ്ധാത്മാവാണെന്നും ആത്മാവില്ലെങ്കിൽ സിനഡ് യാഥാർത്ഥ്യമാവുകയില്ലെന്നും അദ്ദേഹം ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. സിനഡിന്റെ ഉദ്ദേശവും വിവിധ പ്രാദേശിക സഭകൾ അവരുടെ സമ്പത്തും വെല്ലുവിളികളും മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് കൂട്ടായ്മയുടെ മനോഭാവം വളർത്തിയെടുക്കുക എന്നതിലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കർദിനാൾ അടിവരയിട്ട് പറഞ്ഞു. സിനഡ് നടക്കുന്ന ഇടം കർത്താവുമായ കണ്ടുമുട്ടുന്നതിനുള്ള ഒരു വിശുദ്ധ സ്ഥലമാണെന്നും ഇവിടെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും തീക്ഷ്ണമായ ഓരോരുത്തരിലും ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെത്രാന്മാരുടെ സിനഡിന്റെ 16ാം സാധാരണ സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന് ഒക്ടോബർ 2 ബുധനാഴ്ച വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ ചത്വരത്തിൽ അർപ്പിക്കപ്പെടുന്ന സാഘോഷമായ സമൂഹ ദിവ്യബലിയോടെയാണ് തുടക്കമാവുക. ദിവ്യബലിയിൽ 70-ൽ പരം കർദിനാളുകൾ, മെത്രാന്മാർ, വൈദികർ എന്നിവരുൾപ്പെടെ മൊത്തം 400ഓളം പേർ സഹകാർമ്മികരായിരിക്കും. സിനഡ് സമ്മേളനത്തിന്റെ സാർവത്രിക സമാതലത്തിലുള്ള പ്രഥമ ഘട്ടം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് നടന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.